ഗുരുവായൂരിന്ന് തിരിച്ചു വരുന്ന വഴിക്കാണ് ആനക്കോട്ട എന്ന് മനസ്സിലാക്കിയപ്പം അങ്ങോട്ടൊന്ന് കയറാമെന്ന് വിചാരിച്ചു. നീതാനൂന് ആദ്യമായിട്ടൊന്ന് ആനേനെയും കാണിക്കാമല്ലോ. പക്ഷെ നീതാനൂന് ആനേനെ കാണുന്നതിനേക്കാൾ ഇഷ്ടം അമ്മമ്മേനെ കാണാനായിരുന്നു. ചെറിയൊരു എൻട്രി ഫീസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ആനക്കോട്ടക്കകത്ത് കയറി ഒരു റോഡുള്ള പാത്തിലൂടെ ഇങ്ങനെ നടന്ന് കുറേ ആനകളെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഒട്ടുമിക്ക ആനകൾ ഇങ്ങനെ തുള്ളിക്കളിക്കുന്നുണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഡാൻസ് കളിക്കുന്നതാണ്. അപ്പോഴാണ് ബുദ്ധിമതിയായ എൻ്റെ അനിയത്തി പറഞ്ഞത് ഇതതിൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നതാണെന്ന്. ആയിരിക്കാം അല്ലേ, കാരണം തുറസായിട്ട് ജീവിക്കേണ്ട മൃഗങ്ങളെ ഇങ്ങനെ നമ്മൾ മെരുക്കിയെടുത്ത് ഇങ്ങനെ ഒരു ചങ്ങല കിട്ടി നിൽക്കുമ്പം ഫ്രസ്ട്രേഷൻ ഉണ്ടാവാതിരിക്കൂലല്ലോ. അങ്ങനെ നടന്ന് നടന്ന് പലതരം ആനകളൊക്കെ ഉണ്ട്. ഈ ഗോപിക്കുറി വെച്ച് ഇവനുണ്ടല്ലോ, ഇവൻ അടിപൊളിയാട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതാ വേറൊരു ആന എൻ്റെ മുമ്പിൽ നടക്കുന്നു. പണ്ടിവളൊരു തടിച്ചയായിരുന്നു, പക്ഷേ ഇവളിപ്പം മെലിഞ്ഞു ഗൈസ്. പിന്നെ 2-3 കൊമ്പന്മാരൊക്കെ കണ്ടപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ പിന്നെ കൊമ്പനോട് എൻ്റെ ഒരു ഫോട്ടോ എടുത്തേക്കുന്നു. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളിതാ വീട്ടിലേക്ക്